നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. മധ്യവേനൽ അവധി കഴിഞ്ഞ് സംസ്ഥാനത്തെ സ്കൂളുകൾ തിങ്കളാഴ്ച തുറക്കും. വിപുലമായ പ്രവേശനോത്സവ പരിപാടികൾ നടക്കും. പുതുക്കാട് മണ്ഡലം MLA പ്രതിഭാ പുരസ്കാര വിതരണം റവന്യൂ മന്ത്രി K. രാജൻ ഉദ്ഘാടനം ചെയ്തു. കരുവന്നൂർ തട്ടിപ്പ് കേസിലെ പണം തിരികെ നൽകുക, കള്ളപ്പണക്കേസിലെ മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് വിവിധയിടങ്ങളിൽ കോൺഗ്രസിന്റെ പ്രതിഷേധം. മണ്ണമ്പേട്ട ചെങ്ങാലൂർ റോഡിന്റെ വശങ്ങൾ തകർന്നത് ഇരുചക്ര വാഹന യാത്രികർക്ക് ഭീഷണിയാകുന്നു. കല്ലൂർ തോട് പാലം ബണ്ടിന്റെ തകർന്ന ഭാഗങ്ങൾ കെട്ടി സംരക്ഷിക്കുന്ന പ്രവർത്തനങ്ങൾ മന്ദഗതിയിൽ. വെള്ളപ്പൊക്ക ഭീഷണിയിൽ തൃക്കൂർ പള്ളം പ്രദേശം. പൈപ്പ് പൊട്ടി ശുദ്ധജലം പാഴാകുന്നു. വെള്ളിക്കുളങ്ങര പ്രസന്റേഷൻ സ്കൂൾ റോഡിലാണ് ദിവസങ്ങളായി പൈപ്പ് പൊട്ടി വെള്ളം കാനയിലൂടെ ഒഴുകുന്നത്. കുപ്രസിദ്ധ ഗുണ്ടകളെ കാപ്പ ചുമത്തി നാടുകടത്തി. മറ്റത്തൂർ സ്വദേശി പത്തമടക്കാരൻ വീട്ടിൽ ഷാനാസ്, ചാലക്കുടി സ്വദേശി ചെതലൻ വീട്ടിൽ സോജൻ എന്നിവരെയാണ് കാപ്പ ചുമത്തിയത്. വാർത്തകൾ വിശദമായി. മധ്യവേനൽ അവധി കഴിഞ്ഞ് സംസ്ഥാനത്തെ സ്കൂളുകൾ തിങ്കളാഴ്ച തുറക്കും. ലക്ഷക്കണക്കിന് കുട്ടികൾ അവധിക്കാല ആഘോഷങ്ങൾക്കു ശേഷം സ്കൂളിലേക്ക്. ഈ വർഷത്തെ സംസ്ഥാനതല സ്കൂൾ പ്രവേശനോത്സവം തിങ്കളാഴ്ച രാവിലെ 9:30 ആലപ്പുഴ കലവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി അധ്യക്ഷത വഹിക്കും. പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി രാവിലെ 8:30 മുതൽ വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ ആരംഭിക്കും. പുതുക്കാട് മണ്ഡലതല, കൊടകര ബ്ലോക്ക് തല പ്രവേശനോത്സവം സംയുക്തമായി പുതുക്കാട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ തിങ്കളാഴ്ച രാവിലെ 9:30 നടത്തും. KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്യും. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രൻ അധ്യക്ഷത വഹിക്കും. പുതുക്കാട് മണ്ഡലം MLA പ്രതിഭാ പുരസ്കാര വിതരണം റവന്യൂ മന്ത്രി K. രാജൻ ഉദ്ഘാടനം ചെയ്തു. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ പുതുക്കാട് മണ്ഡലത്തിലെ വിദ്യാലയങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെയും മണ്ഡലത്തിലെ സ്ഥിരതാമസക്കാരായ മണ്ഡലത്തിന് പുറത്തുള്ള വിദ്യാലയങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെയുമാണ് ചടങ്ങിൽ ആദരിച്ചത്. ചടങ്ങിൽ KK രാമചന്ദ്രൻ MLA അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, ജില്ലാ സബ് കളക്ടർ അഖിൽ കുമാർ, സിവിൽ സർവീസ് പരീക്ഷാ വിജയ് ഗംഗാ ഗോപി എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ EK അനൂപ്, N മനോജ്, അശ്വതി VB, കലാപ്രിയ സുരേഷ്, ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ്, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ അൽജോ പുളിക്കൻ, പ്രജ്യോതി നികേതൻ കോളേജ് ഡയറക്ടർ ഫാദർ ഹർഷജൻ പഴയാറ്റിൽ എന്നിവർ പ്രസംഗിച്ചു. 10ാം ക്ലാസ് പരീക്ഷയിൽ എല്ലാ വിഷയത്തിലും A+ നേടിയ 540 വിദ്യാർത്ഥികളെയും ഹയർ സെക്കൻഡറി പരീക്ഷയിൽ എല്ലാ വിഷയത്തിലും A+ നേടിയ 245 വിദ്യാർത്ഥികളെയുമാണ് അനുമോദിച്ചത്. കൂടാതെ 100% വിജയം കൈവരിച്ച വിദ്യാലയങ്ങളെയും ആദരിച്ചു. ഈ വർഷം റിട്ടയർ ചെയ്ത പ്രധാന അധ്യാപകർക്കും പുരസ്കാരം നൽകി. ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട ഘട്ടമാണ് SSLCയും +2. ഒരു ഭയവുമില്ലാതെ സധൈര്യം ആ 2 പരീക്ഷകളെയും നേരിട്ട് നാം പ്രതീക്ഷിക്കുന്നതിൻ്റെ ഏറ്റവും ഉന്നതമായിട്ടുള്ള വിജയം കരഗതമാക്കി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പുതുക്കാട് നിയോജക മണ്ഡലത്തിലെ പ്രതിഭകളായ എല്ലാ കുഞ്ഞുങ്ങളെയും ഞാൻ ആദ്യമേ കേരള സംസ്ഥാന സർക്കാരിന് വേണ്ടി ഊഷ്മളമായി അഭിനന്ദിക്കാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. നമ്മുടെ നിയോജക മണ്ഡലത്തിലെ SSLC +2 മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുന്ന MLA പുരസ്കാരം എന്ന നിലയിലുള്ള ഒരു പ്രത്യേക പരിപാടിയാണ് ഇപ്പോൾ ഇവിടെ ഏറ്റവും മികച്ച നിലയിൽ ആരംഭിച്ചിരിക്കുന്നത്. നമ്മുടെ നിയോജക മണ്ഡലത്തിൽ നിന്ന് തന്നെ SSLCക്കും അതുപോലെ തന്നെ +2വിനും ഫുൾ A+ വാങ്ങിയ കുട്ടികളുടെ എണ്ണം ചോദിച്ചപ്പോൾ 790 പേർ അതിലുണ്ട് എന്നറിയുന്നത് ഏറെ സന്തോഷകരമായിട്ടുള്ള ഒരു വസ്തുതയാണ്. നമ്മുടെ നിയോജകമണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഇത്രയും സമ്പന്നമായ ഒരു വേദി വിദ്യാഭ്യാസ പുരസ്കാരത്തിനൊഴികെ മറ്റൊരു വേദി ഈ മണ്ഡലത്തിൽ വേറെ നടത്താനില്ല. കേരളത്തെ സംബന്ധിച്ചിടത്തോളം അതായത് മക്കളുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഉന്നതിയാണ് രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം.
ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്ന 4 ദിവസം മുമ്പ് ഇവിടെ ഏതാണ്ട് 300-400ഓളം, അതിൽ പലരും ഇവിടെ കാണും, A++ കിട്ടിയവർ വന്നു. അവർ പുറത്ത് കിടന്നപ്പോൾ ഞാൻ ചിലവരോട് 10-50 പേരോട് സമയമെടുത്ത് ചോദിച്ചു, നിങ്ങൾ ഇനി എന്താ ഉദ്ദേശിക്കുന്നത്? ചിലർ പറഞ്ഞു IAS, ചിലർ പറഞ്ഞു IPS, ചിലർ പറഞ്ഞു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്, ചിലർ പറഞ്ഞു ടീച്ചർ, ചിലർ പറഞ്ഞു എൻജിനീയർ. അങ്ങനെ പല വിധത്തിലാണ് പറഞ്ഞത്. ഇപ്പോൾ എൻ്റെ ഒരു കുട്ടിക്കാലത്തൊക്കെ എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ഒരു ഡോക്ടറാവുക എന്നുള്ളതായിരുന്നു. പക്ഷേ പിന്നീട് കുറച്ച് കാലങ്ങൾ കഴിഞ്ഞപ്പോൾ, ഒരു 12ാം ക്ലാസ്സൊക്കെ എത്തിയപ്പോൾ, ഞാൻ അന്ന് ബയോമാക്സാണ് എടുത്തിരുന്നത്. ആ ഒരു സമയത്ത് എനിക്കൊരു തിരിച്ചറിവുണ്ടായി, ഞാൻ ഡോക്ടറായി കഴിഞ്ഞാൽ പേഷ്യൻസിന് ബുദ്ധിമുട്ട് ഉണ്ടാകുമെന്നല്ലാതെ എനിക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാവില്ല എന്നുള്ളത്. ഈ ഒരു വിജയം, ഈ ഒരു ദിനം എന്ന് പറയുന്നത് നിങ്ങളുടെ അഭിമാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും എല്ലാം ദിനമാണ്. വെറും A+ അല്ലെങ്കിൽ മാർക്കിൻ്റെ മാത്രം ദിനമല്ല. നിങ്ങൾ വേണ്ടാന്ന് വെച്ച കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ, സിനിമകൾ, കൂട്ടുകാരുമൊത്തുള്ള ഒരുമിച്ച് കൂടലുകൾ, ഇതെല്ലാം വേണ്ടാന്ന് വെച്ചിട്ടുള്ള നിങ്ങളുടെ ത്യാഗത്തിൻ്റെയും അല്ലെങ്കിൽ നിങ്ങളുടെ കഠിനാധ്വാനത്തിൻ്റെയും ദിനമാണ്. ഡോക്ടർ APJ അബ്ദുൽ കലാമിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിൻ്റെ പഠനകാലത്ത് അദ്ദേഹത്തിന് ഒരു പാഷൻ ഉണ്ടായിരുന്നു. പാഷൻ എന്ന് വെച്ചാൽ അടങ്ങാത്ത ആഗ്രഹം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ആ പാഷൻ വേറൊന്നുമല്ല, അദ്ദേഹത്തിന് വിമാനം ഓടിക്കണം എന്നുള്ളതായിരുന്നു. മുരിയാട് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കായി മെറിറ്റ് ഡേയും കരിയർ വ്യക്തിത്വ വികസന ശില്പശാലയും സംഘടിപ്പിച്ചു. തൃശൂർ റൂറൽ സ്പെഷ്യൽ ബ്രാഞ്ച് DYSP PR ബിജോയ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ചേച്ചിറ്റിലപ്പള്ളി അധ്യക്ഷത വഹിച്ചു. SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു. കരിയർ ഗുരു സുധീർ പൊറ്റേക്കാട്, സിവിൽ സർവീസ് അക്കാദമി കോർഡിനേറ്റർ മെലിൻഡ, അസാബ് ലക്കിടി കോർഡിനേറ്റർ രാഹുൽ രാഘവ് എന്നിവർ കരിയർ ശില്പശാല നയിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രതി ഗോപി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സരിത സുരേഷ്, KU വിജയൻ, ഭരണസമിതി അംഗം ശ്രീജിത്ത് പട്ടത്ത്, സെക്രട്ടറി PB ജോഷി, പഞ്ചായത്ത് അംഗങ്ങളായ AS സുനിൽകുമാർ, നിജി വത്സൻ, K വൃന്ദകുമാരി, നിഖിത അനൂപ്, സേവ്യർ ആളുക്കാരൻ, മണി സജയൻ എന്നിവർ പ്രസംഗിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ചിറ്റിലപ്പള്ളി വിദ്യാർത്ഥികളെ ആദരിച്ചു. തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് 13ാം വാർഡിന്റെ ഗ്രാമസഭയും SSLC+2 പരീക്ഷയിൽ വിജയിച്ച മുഴുവൻ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും നടത്തി. തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മേരിക്കുട്ടി വർഗീസ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ ജിഷ ഡേവിസ്, ഗിഫ്റ്റ് ഡെയ്സൺ, കോർഡിനേറ്റർ അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ലിഷ എന്നിവർ പ്രസംഗിച്ചു. വെള്ളിക്കുളങ്ങര ശാസ്താംപൂവത്തുള്ള ആനപ്പാന്തം ആദിവാസി ഉന്നതിയിലെ കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. ബ്രദർ BG ജോസഫ്, സാമൂഹിക പ്രവർത്തകൻ ജോയ് കാവുങ്ങൽ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പഠനോപകരണങ്ങൾ വിതരണം ചെയ്തത്. ശാസ്താംപൂവം ഉന്നതിയിലെ കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങിൽ മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് അംഗം ചിത്ര സുരാജ്, വനവികസന സമിതി ചാലക്കുടി ഡിവിഷൻ കോർഡിനേറ്റർ പ്രസീത, ആനപ്പാന്തം വനസംരക്ഷണ സമിതി സെക്രട്ടറി വിനോദ്, ഉരുമുപ്പൻ സേവ്യർ, ബ്രദർ BG ജോസഫ്, ജോയ് കാവുങ്ങൽ, ചാലക്കുടി KSRTC ഡിപ്പോ വെഹിക്കിൾ സൂപ്പർവൈസർ മധു എന്നിവർ സംസാരിച്ചു. പുസ്തകം, കുട, ബാഗ്, പുതപ്പ്, വിരി എന്നിവ വിതരണം ചെയ്തു. ശാസ്താംപൂവം കാടർ ഉന്നതിയുടെ ഹരിതവൽക്കരണത്തിന്റെ ഭാഗമായി നടന്ന തൈ നടീലിന്റെ ഉദ്ഘാടനം കേരള വന ഗവേഷണ കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞൻ TV സജീവ് നിർവഹിച്ചു. കാടർ പഠന സംഘം കൺവീനർ ജോയ് കാവുങ്ങൽ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം ചിത്ര, ഫോറസ്റ്റ് ഓഫീസർ പ്രസീത, BFO വിനോദ്, പരിഷത്ത് കൊടകര മേഖലാ പ്രസിഡന്റ് TM ശിഖാമണി, ജില്ലാ കമ്മിറ്റി അംഗം MK ബാബു, ഊരുമുപ്പൻ സേവ്യർ, KK അനീഷ് കുമാർ എന്നിവർ സന്നിഹിതരായി. ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ആഭിമുഖ്യത്തിലുള്ള ആനപ്പാന്തം കാടർ ഉന്നതി പഠന സംഘം, ആനപ്പാന്തം വനസംരക്ഷണ സമിതി, ചാലക്കുടി വനം ഡിവിഷൻ എന്നിവരുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് തൈനടിയിൽ നടന്നത്. വനവൃക്ഷ തൈകൾ KFRAയുടെ വേലുപ്പാടം ക്യാമ്പസിൽ നിന്ന് ശേഖരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് കാട്ടിനകത്ത് ജീവിക്കുന്ന, കാട്ടിനോട് ചേർന്ന് ജീവിക്കുന്ന എല്ലാ വിഭാഗം മനുഷ്യരെ പഠിക്കാനുള്ള ഞങ്ങളുടെ ഒരു രീതിയാണ്. ഇതിന് മുന്നോട്ട് നേരത്തെ അന്വേഷിച്ച് പറഞ്ഞ പോലെ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമുക്ക് കാട്ടിൽ നിന്ന് ശേഖരിക്കുന്ന വിഭവങ്ങളുണ്ട്. ആ വിഭവങ്ങൾ ചില സമയത്ത് നമുക്ക് സൂക്ഷിച്ചു വെക്കേണ്ടി വരുന്ന ആവശ്യമുണ്ടാവും. കരുവന്നൂർ തട്ടിപ്പു കേസിലെ പണം തിരികെ നൽകുക, കള്ളപ്പണക്കേസിലെ മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആമ്പലൂരിൽ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ പന്തം കൊളുത്തി പ്രകടനം നടത്തി. പ്രതിഷേധ യോഗം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അലക്സ് ചുക്കിരി ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ്
ആൻസ് കണ്ണമ്പുഴ അധ്യക്ഷത വഹിച്ചു. പ്രിൻസൺ തയ്യാലക്കൽ, ടി ബെന്നി, ഒ വിജയൻ, CG ടൈറ്റസ്, ജോസ് പ്രകാശ്, സനൽ മഞ്ഞളി, ദിനിൽ പാലപ്പറമ്പിൽ, പ്രിൻസ് അരിപ്പാലത്തുകാരൻ, C മോഹനൻ, ഡേവിസ് വറീദ്, ലിൻഡോ മഞ്ഞളി എന്നിവർ പ്രസംഗിച്ചു. കരുവന്നൂർ തട്ടിപ്പ് കേസിലെ പണം തിരികെ നൽകുക, കള്ളപ്പണക്കേസിലെ മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കോൺഗ്രസ് പുതുക്കാട് മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ഷാജു കാളിയങ്കര ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് സെക്രട്ടറി ജെയിംസ് പറപ്പുള്ളി അധ്യക്ഷത വഹിച്ചു. രജനി സുധാകരൻ, ഷൈനി ജോജു, സിൻഡോ പയ്യപ്പള്ളി, ലിൻസൺ പല്ലൻ, ജസ്റ്റിൻ ആറ്റുപുറം, പ്രീതി ബാലകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. കരുവന്നൂർ തട്ടിപ്പ് കേസിലെ പണം തിരികെ നൽകുക, കള്ളപ്പണക്കേസിലെ മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കോൺഗ്രസ് വരന്തരപ്പള്ളി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വരന്തരപ്പള്ളി സെന്ററിൽ പ്രതിഷേധ സംഗമം നടത്തി. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് അനിൽ കുനിയത്ത് പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് EA ഓമന അധ്യക്ഷത വഹിച്ചു. ജോജോ പിണ്ടിയാൻ, കർഷക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് തങ്കച്ചൻ എടത്തിനാൽ, ഡേവിസ് W അക്കര, P ഗോപാലകൃഷ്ണൻ, ഷൈജു പട്ടിക്കാട്ടുകാരൻ, ബിജു കുന്നേൽ, അഡ്വക്കേറ്റ് പ്രീജ, പഞ്ചായത്ത് അംഗങ്ങളായ സുഹറ മൊയ്തീൻ, രജനി ഷിനോയ്, ലൈസ ജിയോ എന്നിവർ നേതൃത്വം നൽകി. കരുവന്നൂർ സഹകരണ ബാങ്കിലെ പണം കവർന്നതിൽ പ്രതി ചേർക്കപ്പെട്ടവർ പണം തിരിച്ചു നൽകണമെന്നും ആരോപണ വിധേയരായ K രാധാകൃഷ്ണൻ MP-യും AC മൊയ്തീൻ MLA-യും സ്ഥാനങ്ങൾ രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ട് കോൺഗ്രസ് മറ്റത്തൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. DCC ജനറൽ സെക്രട്ടറി TM ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ഷാഫി കല്ലുപറമ്പിൽ അധ്യക്ഷത വഹിച്ചു. ലിൻഡോ പള്ളിപ്പറമ്പൻ, ഷാജു പൂക്കാടൻ, സായുജ് സുരേന്ദ്രൻ, ജിനേഷ് വെട്ടിയാട്ടിൽ, ജെയ്സൺ പീഡിയേക്കൽ, KA ഹനീഫ, തോമസ് കാവുങ്കൽ, സൂരജ് കുണ്ടനി, രഹൻ പള്ളത്തേരി, ലിനോ മൈക്കിൾ എന്നിവർ പ്രസംഗിച്ചു. ജെയ്നി സിജോ, നൂർജഹാൻ, നിസാർ കറപ്പം വീട്ടിൽ, ചാക്കോ കോട്ടയ്ക്കൽ, മണികണ്ഠൻ AC, മുരളി വെട്ടിയാട്ടിൽ, നന്ദകുമാർ കോരപ്പത്ത്, ജെയ്സൺ കുറുമാപ്പിള്ളി, സന്തോഷ് നമ്പ്യാടൻ, ലത്തീഫ് കൊല്ലേരി, കുഞ്ഞു മുഹമ്മദ് പത്തുകുളങ്ങര, ശിവൻ കുറവങ്ങാട്ട്, ഉസ്മാൻ മന്ത്രിക്കുത്ത്, ഫ്രാൻസിസ് ആരോദ, മൊയ്തീൻ കുട്ടി പാറേമാൻ, പങ്കജാക്ഷൻ വെള്ളാങ്ങൂക്കാരൻ, കണ്ണൻ ആളുപറമ്പിൽ എന്നിവർ സന്നിഹിതരായി. പിണറായിയുടെ സർക്കാര് നിങ്ങൾക്കെതിരെ ഉയരുന്നു ജനരോഷത്തിൽ പ്രതിഷേധം. മണ്ണമ്പേട്ട ചെങ്ങാലൂർ റോഡിന്റെ വശങ്ങൾ തകർന്നത് ഇരുചക്രവാഹന യാത്രികർക്ക് ഭീഷണിയാകുന്നു. കുടിവെള്ള പൈപ്പിന് വേണ്ടി കുഴിയെടുത്ത ഭാഗം ശരിയായി ടാർ ചെയ്യാത്തതാണ് പ്രശ്നം. റോഡ് വീതി കുറഞ്ഞതും വശങ്ങൾ താഴ്ന്നതും സൈക്കിൾ യാത്രയ്ക്ക് പോലും ബുദ്ധിമുട്ടുണ്ടാകുന്നു. സ്കൂൾ തുറക്കുന്ന സീസണായതോടെ വിദ്യാർത്ഥികളും ആശങ്കയിലാണ്. എതിരെ നിന്നും വാഹനങ്ങൾ വരുമ്പോൾ ഭീതിയോടെയാണ് കുട്ടികൾ ഇതിലെ സൈക്കിൾ ഓടിക്കുന്നത്. അധികൃതർ വിഷയത്തിൽ ഇടപെടണമെന്നാണ് ആവശ്യം. കല്ലൂർ തോട് പാലം ബണ്ടിന്റെ തകർന്ന ഭാഗങ്ങൾ കെട്ടി സംരക്ഷിക്കുന്ന പ്രവർത്തനങ്ങൾ മന്ദഗതിയിൽ. കാലവർഷം കനക്കുന്നതോടെ വെള്ളപ്പൊക്ക ഭീഷണിയിലാണ് തൃക്കൂർ പഞ്ചായത്തിലെ പള്ളം പ്രദേശം. വർഷങ്ങളായി മഴക്കാലമായാൽ വെള്ളപ്പൊക്ക ഭീഷണി നേരിടുന്ന മേഖലയാണ് തൃക്കൂർ പഞ്ചായത്തിലെ 16-ാം വാർഡിൽ ഉൾപ്പെട്ട പള്ളം പ്രദേശം. മണലിപ്പുഴയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്ത് SC വിഭാഗത്തിൽപ്പെട്ട 25ഓളം വീടുകൾ ഉൾപ്പെടെ 50ഓളം വീടുകളുണ്ട്. എല്ലാ വർഷവും മഴക്കാലമായാൽ വീടുകളിൽ വെള്ളം കയറി ബന്ധുവീടുകളിലേക്കും ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കും മാറി താമസിക്കേണ്ട ഗതികേടാണ് പ്രദേശത്തുള്ളവർക്ക്. അളഗപ്പനഗർ പഞ്ചായത്തിൽ ഉൾപ്പെട്ട കല്ലൂർ തോട് പാലത്തിന്റെ ഒരു വശത്തെ ബണ്ട് ഭാഗികമായി തകർന്ന് ഒഴുകിവരുന്ന വെള്ളമാണ് പ്രദേശത്തെ വെള്ളക്കെട്ടിന് കാരണമായി നാട്ടുകാർ പറയുന്നത്. കളക്ടറേറ്റിൽ പരാതി നൽകിയതിന്റെ ഭാഗമായി കല്ലൂർ തോട് പാലത്തിന്റെ തകർന്ന ഭാഗം കെട്ടി സംരക്ഷിക്കാൻ നഗരസഞ്ചയ പദ്ധതിയിൽ ഉൾപ്പെടുത്തി അളഗപ്പനഗർ പഞ്ചായത്തിന് 75 ലക്ഷം രൂപ അനുവദിച്ചിരുന്നു. തുടർന്ന് അളഗപ്പനഗർ പഞ്ചായത്ത് പണികൾ ആരംഭിച്ചപ്പോൾ തോടിന്റെ ബണ്ട് തകർന്ന ഭാഗം കെട്ടി സംരക്ഷിക്കുന്നതിന് പകരം മറുവശമാണ് സംരക്ഷണ ഭിത്തി പണി തീർത്തത്. മാത്രമല്ല പദ്ധതി പ്രദേശത്ത് നിന്ന് എടുത്ത മണ്ണ്
തോട്ടിൽ തന്നെ കുന്നുകൂട്ടി നിക്ഷേപിച്ച നിലയിലാണ്. ഇത് തോട്ടിലൂടെയുള്ള വെള്ളത്തിന്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുകയാണ്. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ പ്രദേശവാസികൾ ഒപ്പിട്ട നിവേദനം കളക്ടർക്ക് നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ പരാതിയെക്കുറിച്ച് അന്വേഷിക്കാൻ തഹസിൽദാരെ ചുമതലപ്പെടുത്തിയിരുന്നു. തഹസിൽദാർ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കളക്ടറേറ്റിൽ നിന്നും തുടർ നടപടികൾ ഒന്നുമുണ്ടായില്ല. പിന്നീട് കളക്ടറേറ്റിൽ നടന്ന ചർച്ചയ്ക്കൊടുവിൽ 2025 മാർച്ച് 15 നിർമ്മാണം പുനരാരംഭിച്ച് മെയ് 31 പൂർത്തിയാക്കാനായിരുന്നു തീരുമാനം. എന്നാൽ സമയബന്ധിതമായി പണികൾ പൂർത്തിയാക്കുന്നതിന് പകരം 3-4 തൊഴിലാളികളെ മാത്രം നിർത്തിയാണ് പണികൾ മുന്നോട്ടു പോയത്. പദ്ധതി പ്രദേശത്ത് നിന്ന് എടുത്ത മണ്ണ് തോട്ടിൽ തന്നെ കൂട്ടിയിട്ടിരിക്കുന്നതിനാൽ മഴ കനത്തതോടെ ഒഴുക്ക് നിലച്ച് വെള്ളം ബണ്ട് തകർന്ന ഭാഗത്തുകൂടെ പള്ളം പ്രദേശത്തേക്ക് വലിയ തോതിൽ ഒഴുകിയെത്തുകയാണെന്ന് തൃക്കൂർ പഞ്ചായത്ത് 16-ാം വാർഡ് മെമ്പർ അനൂപനങ്കൂടൻ പറഞ്ഞു. അളഗപ്പ പഞ്ചായത്ത് സെക്രട്ടറിയെയും AEയെയും ആ വാർഡ് മെമ്പറെയും വിളിച്ച് ജോയിന്റ് ഡയറക്ടറുടെ ഓഫീസിൽ വെച്ച് ഒരു യോഗം കൂടുകയും ആ യോഗത്തിൽ മാർച്ച് 15 വർക്ക് സ്റ്റാർട്ട് ചെയ്ത് മെയ് 31 എല്ലാ തടസ്സങ്ങളും തീർത്തുകൊള്ളാമെന്ന് അവർ വാക്ക് നൽകിയിരുന്നു. എന്നാൽ ഇതുവരെ അവരൊന്നും ചെയ്തില്ല എന്ന് മാത്രമല്ല, വർക്കിനായി അവർ തുടങ്ങി വെച്ച മണ്ണെടുത്ത് വെള്ളം പുഴയിലേക്ക് പോകുന്ന ഭാഗത്ത് തടസ്സം ഇടുകയും ചെയ്തു. അതിനാൽ തന്നെ വെള്ളം ഇപ്പോൾ വീണ്ടും 16-ാം വാർഡിലേക്ക് തന്നെയാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും ഇതുപോലെ മഴ തുടർന്നു കഴിഞ്ഞാൽ 16-ാം വാർഡിലെ ജനങ്ങൾക്ക് ക്യാമ്പിലേക്ക് മാറേണ്ടതായിട്ട് വരും. അതിനാൽ ഇനി എന്തായാലും ഈ സമയത്ത് വർക്ക് തുടങ്ങാനായിട്ട് സാധ്യമല്ല. പക്ഷേ ആ തടസ്സമായിട്ടിരിക്കുന്ന മണ്ണെങ്കിലും എടുത്തു മാറ്റി അളഗപ്പ പഞ്ചായത്ത്, തൃക്കൂർ ഗ്രാമപഞ്ചായത്തിലെ വാർഡിലെ ജനങ്ങളോട് കനിവ് കാണിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് പണി തുടരാൻ സാധിക്കില്ല. എങ്കിലും ഈ വർക്കിന്റെ ഭാഗമായി തോട്ടിലേക്ക് എടുത്തിട്ടിരിക്കുന്ന മണ്ണ് എടുത്തു മാറ്റി ഒരു 1/2 കിലോമീറ്ററോളം നീളത്തിലാണ് ആ മണ്ണ് കൂട്ടിയിട്ടിരിക്കുന്നത്. മണ്ണെടുത്തു മാറ്റി വെള്ളത്തിന്റെ ഗതി പുഴയിലേക്ക് തിരിച്ചുവിടുകയാണെങ്കിൽ തൃക്കൂർ ഗ്രാമപഞ്ചായത്തിലെ പള്ളം നിവാസികളുടെ വീടുകളിൽ വെള്ളം കയറുന്നതിനുള്ള ബുദ്ധിമുട്ട് ഒഴിവാക്കി കിട്ടുന്നതാണ്. വെള്ളത്തിന്റെ ഒഴുക്ക് കൂടിയ സാഹചര്യത്തിൽ നിലവിൽ വശങ്ങൾ കെട്ടി സംരക്ഷിക്കുന്ന പ്രവർത്തനങ്ങൾ സാധ്യമല്ല. തോട്ടിൽ കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണ് എടുത്തുമാറ്റി വെള്ളം മണലിപ്പുഴയിലേക്ക് സുഗമമായി ഒഴുകാൻ സാഹചര്യം ഒരുക്കണമെന്നും തൃക്കൂർ പഞ്ചായത്തിലേക്കുള്ള വെള്ളത്തിന്റെ ഒഴുക്ക് നിയന്ത്രിക്കണമെന്നും പള്ളം പ്രദേശത്തെ കുടുംബങ്ങളെ വെള്ളപ്പൊക്ക ഭീഷണിയിൽ നിന്ന് സംരക്ഷിക്കണമെന്നുമാണ് ഇവർ ആവശ്യപ്പെടുന്നത്. കല്ലൂർ തോട് പാലം കെട്ടി സംരക്ഷിക്കുന്നതിൽ വന്ന കാലതാമസം അല്ലെങ്കിൽ അധികൃതരുടെ അനാസ്ഥ തൃക്കൂർ പഞ്ചായത്തിലെ 16-ാം വാർഡിലെ SC നഗർ നിവാസികളുടെ ആധിയേറ്റുകയാണ്. കാലവർഷം നേരത്തെ എത്തി, മഴയാണെങ്കിൽ കൂടുതലും. ഈ കാലവർഷം എങ്ങനെ അതിജീവിക്കുമെന്ന ആശങ്കയിലാണ് പള്ളം നിവാസികൾ. അധികൃതരുടെ അടിയന്തര ഇടപെടലുകൾ ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്. പൈപ്പ് പൊട്ടി ശുദ്ധജലം പാഴാകുന്നു. വെള്ളിക്കുളങ്ങര പ്രസന്റേഷൻ സ്കൂൾ റോഡിലാണ് ദിവസങ്ങളായി പൈപ്പ് പൊട്ടി വെള്ളം കാനയിലൂടെ ഒഴുകുന്നത്. അധികൃതരെ വിവരമറിയിച്ചിട്ടും ചോർച്ച പരിഹരിക്കാൻ നടപടി ഉണ്ടായില്ലെന്ന് പരിസരവാസികൾ പരാതിപ്പെട്ടു. പൈപ്പിൽ ചോർച്ചയുള്ളതിനാൽ സമീപത്തെ ഉയർന്ന പ്രദേശങ്ങളിൽ പൈപ്പ് വെള്ളത്തെ മാത്രം ആശ്രയിക്കുന്ന കുടുംബങ്ങൾ വെള്ളം കിട്ടാതെ ദുരിതത്തിലാണ്. പുതുക്കാട് സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും വിരമിച്ച സെക്രട്ടറി KV അനിതയ്ക്കും സീനിയർ ഗ്രേഡ് അറ്റൻഡർ രമണി ഭരതനും യാത്രയയപ്പ് നൽകി. ബാങ്ക് ഭരണസമിതിയും ജീവനക്കാരും ചേർന്ന് ഒരുക്കിയ യാത്രയയപ്പ് സമ്മേളനം പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. പുതുക്കാട് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് രാജു തളിയപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. ബാങ്ക് വൈസ് പ്രസിഡന്റ് ഫ്രാൻസിസ് കുറ്റിക്കാടൻ, ബാങ്ക് ഡയറക്ടർ ജോജോ കുറ്റിക്കാടൻ, ബാങ്കിന്റെ മുൻ പ്രസിഡന്റ് TV പ്രഭാകരൻ, മുൻ വൈസ് പ്രസിഡന്റ് ഷാജു കാളിയങ്കര, ആമ്പല്ലൂർ ടൗൺ കോപ്പറേറ്റീവ് ബാങ്ക് പ്രസിഡന്റ് സന്തോഷ് നമ്പാടൻ, പുതുക്കാട് വനിതാ സഹകരണ സംഘം പ്രസിഡന്റ് രജനി സുധാകരൻ, ആമ്പല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് സെക്രട്ടറി ജിനി, ആമ്പല്ലൂർ മൾട്ടി പർപ്പസ് സഹകരണ സംഘം സെക്രട്ടറി രശ്മി, പുതുക്കാട് സർവീസ് സഹകരണ ബാങ്ക് സ്റ്റാഫ് അംഗങ്ങളായ ബൈജു, വിൽസൺ എന്നിവർ പ്രസംഗിച്ചു. ബാങ്കിന്റെ നിയുക്ത സെക്രട്ടറി പ്രസന്ന ബാബുരാജ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഇന്ന് ചടങ്ങിൽ നമ്മൾ യാത്ര അയക്കുന്ന പ്രിയപ്പെട്ട അനിത 1994 തോന്നുന്നു. ഞാൻ ബാങ്കുമായിട്ട് വളരെ അടുത്ത് പ്രവർത്തിച്ചിട്ടുള്ള ഒരു 40 കൊല്ലക്കാലം എനിക്ക് ഒരിക്കലും ജീവിതത്തിൽ മറക്കാൻ സാധിക്കാത്ത ഈ ബാങ്കിനെ 36 വർഷക്കാലം മുന്നോട്ട് നയിച്ച കേവലം ഒരു സർവീസ് സൊസൈറ്റിയായി രൂപീകൃതമായ ഈ ബാങ്കിനെ ഒരു വലിയ ബാങ്കാക്കുകയും ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ സഹകരണ സ്ഥാപനമാക്കുകയും
നമുക്കൊരു എല്ലാ ദിവസത്തെയും ഒരു ചടങ്ങിനെ പോലെയല്ല ഇന്നത്തെ ഈ ചടങ്ങ്. കാരണം 31 വർഷം ഈ ബാങ്കിന് വേണ്ടി വളരെയേറെ സേവനം ചെയ്തുകൊണ്ട് കഴിഞ്ഞ 5 വർഷമായിട്ട് നമ്മുടെ ബാങ്കിന്റെ സെക്രട്ടറി ആയിട്ട് ശ്രീമതി കെ വി അനിത എന്ന് നമ്മൾ ഇന്ന് വിരമിക്കുകയാണ്. സെക്രട്ടറി ശ്രീമതി കെ വി അനിതയെ കുറിച്ച് പറയുകയാണെങ്കിൽ കണ്ണൻകാട്ടിൽ വാസുവിൻ്റെയും ഭാര്യ തങ്കമണിയുടെയും 4 മക്കളിൽ 2 ആണും 2 പെണ്ണും. അതിൽ 4ാമത്തെ മകളായി 25/5/1967 അഷ്ടമിച്ചിറ മാരേക്കാട് ദേശത്ത് ജനിച്ചു. വിദ്യാഭ്യാസം 10 വരെ അഷ്ടമിച്ചിറ ഗാന്ധി സ്മാരക ഹൈസ്കൂളിലും ഡിഗ്രി കോട്ടക്കൽ സെന്റ് തെരേസാസ് കോളേജ് മാള കോട്ടമുറിയിലും ആയിരുന്നു. വാണിജ്യ LPG സിലിണ്ടറിന്റെ വില കുറച്ച് എണ്ണ കമ്പനികൾ. സിലിണ്ടർ ഒന്നിന് 24 രൂപയാണ് കമ്പനികൾ കുറച്ചത്. ഇതോടെ 19 കിലോഗ്രാം ഭാരമുള്ള വാണിജ്യ LPG സിലിണ്ടറിന്റെ വില 1723 രൂപ 50 പൈസയായി. ഈ വർഷം ഇത് 2ാം തവണയാണ് LPG സിലിണ്ടറിന്റെ വില കുറയ്ക്കുന്നത്. വയോജനങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി പരിഗണനയും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെ വെണ്ടൂർ ലിഷർ ഹെൽത്ത് ക്ലബിന്റെ ആഭിമുഖ്യത്തിലുള്ള ഗോൾഡൻ ഏജ് കെയറിന്റെ പ്രവർത്തനങ്ങൾ ശ്രദ്ധേയമാകുന്നു. മറ്റൊരു ബാല്യത്തിന്റെ തുടക്കമാണ് വാർദ്ധക്യം. ശാരീരികവും മാനസികവുമായ പരിമിതികളിലൂടെ പലരും കടന്നുപോയേക്കാവുന്ന കാലം. കേൾവിക്കുറവ്, ഒറ്റപ്പെടൽ, ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിങ്ങനെ ഭൂരിപക്ഷം വയോധികരെയും അലട്ടുന്നു. തിരക്കേറിയ ജീവിതത്തിൽ വയോധികരായ മാതാപിതാക്കൾക്കായി സമയം കണ്ടെത്താൻ പലർക്കും കഴിയാതെ പോകുന്നു. ഇവിടെയാണ് വെണ്ടൂർ ലിഷർ ഗോൾഡൻ ഏജിന്റെ വയോജന സംരക്ഷണ രംഗത്തെ പ്രവർത്തനങ്ങൾ മാതൃകയാകുന്നത്. വയോജനങ്ങളിൽ മിക്കവരും ഒന്നിൽ കൂടുതൽ രോഗങ്ങൾക്ക് മരുന്ന് കഴിക്കുന്നവരാകാം. ഔഷധങ്ങൾ വീടുകളിൽ എത്തിച്ചു നൽകാനും മാസത്തിലൊരിക്കൽ പരിശോധനാ ക്യാമ്പിൽ രക്തസാമ്പിളുകൾ ശേഖരിക്കുന്ന സംവിധാനവും കൗൺസിലിംഗ്, നിയമം, വൈദ്യം, സർക്കാർ ക്ഷേമ പരിപാടി ആനുകൂല്യങ്ങൾ ലഭ്യമാക്കൽ തുടങ്ങിയ സേവനങ്ങളും ഇവർ നൽകി വരുന്നു. അനാഥരായി ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് വയോജനങ്ങൾ നമ്മുടെ ഈ നാട്ടിലെ വീടുകളിൽ ഒതുങ്ങിക്കഴിയുന്നുണ്ട്. അവർക്കൊക്കെ ഒരു പുതുജീവൻ നൽകുക എന്നൊരു ലക്ഷ്യമാണ് ഇതിൻ്റെ പുറകിലുള്ളത്. പുതുജീവൻ ഉദ്ദേശിക്കുന്നത് അവരുടെ മാനസിക ഉല്ലാസങ്ങൾ, ശാരീരിക ആവശ്യങ്ങൾ, മെൻ്റൽ ഡിപ്രഷൻസ് ഉണ്ടെങ്കിൽ അതിനൊക്കെ ഉപരി അവർക്ക് ചെയ്തു കൊടുക്കാവുന്ന ഏതുവിധ സേവനങ്ങളും, സ്വന്തം മക്കൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും സാധിക്കാതെ അകലങ്ങളിൽ കിടക്കുന്ന കുറേ മക്കളുള്ള വൃദ്ധരായിട്ടുള്ള വീടുകളിൽ ഒതുങ്ങി കഴിയുന്നവരുണ്ട്. അവർക്കൊക്കെ ആവശ്യമായ സഹകരണങ്ങൾ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ നമ്മൾ ചെയ്യുക. അതിന് മെഡിക്കലി, അതുപോലെ തന്നെ ഫിസിക്കലി, അതുപോലെ എൻ്റർടൈൻമെൻറ്റുകൾ, അങ്ങനെ പല വിവിധങ്ങളായ മാർഗങ്ങളാണ് നമ്മൾ അതിന് ഉദ്ദേശിക്കുന്നത്. വിവിധ വിഷയങ്ങളിൽ വിദഗ്ധരുടെ നേതൃത്വത്തിൽ ബോധവൽക്കരണ ക്ലാസുകൾ, വിനോദയാത്രകൾ, ഒത്തുചേരലുകൾ എന്നിങ്ങനെ ഒറ്റപ്പെടൽ എന്താണെന്നറിയാതെ വാർദ്ധക്യം ആസ്വാദികരമാക്കുകയാണ് ഗോൾഡൻ ഏജ് കെയറിൽ എത്തുന്നവർ. രാവിലെ മുതൽ വൈകിട്ട് വരെ കെയർ ഹോമിൽ വയോജനങ്ങൾക്ക് സംരക്ഷണവും നൽകുന്നു. ഇവർക്ക് ഡേ കെയറിലെ കുട്ടികളുമായി സംവദിക്കാനുള്ള സൗകര്യവും ഒരുക്കുന്നുണ്ട്. 65 വയസ്സ് മുതൽ 85 വയസ്സ് വരെയുള്ള 150ഓളം പേർ ഇപ്പോൾ ഈ കൂട്ടായ്മയിൽ അംഗമാണ്. പ്രത്യേകിച്ച് നമ്മുടെ 65-ന് മേലെ വയസ്സുള്ളവരെയാണ് നമ്മളിതിൽ എടുക്കുന്നത്. അപ്പോൾ അത് 85-90 വയസ്സ് വരെയുള്ളവർ വരും നമ്മുടെ കൂടെ വരുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ എല്ലാം പറഞ്ഞത് എപ്പോഴും വീട്ടിലൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ ബോറടിക്കുകയാണ്, അപ്പോൾ നമുക്ക് ഒരു ടൂറ് പോകണം എവിടേക്കെങ്കിലും, ഞങ്ങളൊന്നും ആരും കൊണ്ടുപോകാനില്ല. അപ്പം നമ്മളത് ഏറ്റെടുത്തു. അങ്ങനെ ഞങ്ങൾ ആദ്യത്തെ ഒരു ടൂറ് ഞങ്ങൾ 2 ആഴ്ച മുന്നേ നടത്തി. ഏകദേശം 50 പേര് ഞങ്ങൾ ഇവിടുന്ന് ഒരു ബസ്സിൽ കൊണ്ടുപോയി കൊച്ചിയിൽ ഷിപ്പിലൊക്കെ കൊണ്ടുപോയി അവരെ കടലൊക്കെ കാണിച്ച് അവിടെ ആട്ടും പാട്ടവും ഒക്കെ ആയിട്ട് വളരെ ഭംഗിയായിട്ട് നടന്നു. 2ാമത്തെ ട്രിപ്പ് ഞങ്ങൾ ഇന്നലെ പോയിരുന്നു. അതും 50 പേരുണ്ടായിരുന്നു. ഇവിടുന്ന് എല്ലാ സൗകര്യത്തോടു കൂടി കൊണ്ടുപോകണേ. അതുപോലെ തന്നെ അതിൽ സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കമുള്ളവർക്ക് നമ്മളത് ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട്. അതിന് നമുക്കിടെ അതിൽ സ്പോൺസർമാരൊക്കെ ഉണ്ട്. നെപ്പോ ചിറമേൽ, ജേസൺ മഞ്ഞളി, ബിജു പുളിക്കൻ, ആൻഡോ ജോസ്, മിനി ആൻഡോ, ബിന്ദു ജോസഫ് എന്നീ 6 പേരടങ്ങിയ സ്റ്റിയറിംഗ് കമ്മിറ്റിയാണ് ഗോൾഡൻ ഏജ് കെയറിന്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത്. ഭാവിയിൽ വയോജന സംരക്ഷണ രംഗത്ത് വിപുലമായ പദ്ധതികളാണ് ഇവർ തയ്യാറാക്കുന്നത്. അംഗങ്ങളായവർക്കാണ് ഗോൾഡൻ ഏജ് കെയറിന്റെ സേവനങ്ങൾ ആദ്യഘട്ടത്തിൽ ലഭ്യമാക്കുന്നത്.
നമ്മളിതുകൊണ്ട് ഈ വയോജന സംഗമം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വയോജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഭാവിയിലേക്ക് ഒരുപാട് വീടുകളിൽ വയോജനങ്ങൾ അവരുടേതായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. അത് ആരോഗ്യപരമായിട്ടും മെൻ്റൽ പരമായിട്ടും. അപ്പം നമ്മൾ ഭാവിയിൽ അവർക്ക് വേണ്ട മെഡിക്കൽ സൗകര്യങ്ങൾ വിത്ത് ഹോം നേഴ്സോട് കൂടിയിട്ട് നമുക്ക് ഡോക്ടർമാരുണ്ടാവും. അവരുടെ വീടുകളിൽ ചെന്ന് സന്ദർശനം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള മെഡിസിൻസ് അല്ലെങ്കിൽ അവരുടെ വൈറ്റൽസ് നോക്കുന്നു. പിന്നെ അവർക്ക് എന്തെങ്കിലും മെൻ്റലി ഡിപ്രഷനായിട്ടുള്ള പേഷ്യൻസ് ഉണ്ടെങ്കിൽ അവർക്ക് ആവശ്യമുള്ള കൗൺസിലിങ് അത് നമ്മൾ ചെയ്തു കൊടുക്കും. അതോടൊപ്പം തന്നെ നമ്മൾ ഇവരെ താമസിപ്പിക്കാനുള്ള ഒരു ചെറിയൊരു ഭവനം അത് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. പ്രായത്തിന്റെ അതിരുകൾക്കപ്പുറം കർമ്മനിരതരായിരിക്കാൻ ആഗ്രഹിക്കുന്നവരെ ഇവർ ഒരിക്കലും കേവലം അക്കങ്ങളിൽ തളച്ചിടുന്നില്ല. മറിച്ച് അവർ സദാ പ്രസരിപ്പോടെ സാമൂഹികമായ പ്രക്രിയകളിൽ ഏർപ്പെടാൻ അവസരം ഒരുക്കുകയാണ്. മുതിർന്ന പൗരന്മാർ നാടിന്റെ വിലപ്പെട്ട സ്വത്താണെന്ന് തിരിച്ചറിഞ്ഞുള്ള കരുതലും സ്നേഹവുമാണ് ഇവർ നൽകുന്നത്. ജീവിത സായാഹ്നത്തിലെത്തിയവർക്ക് ശാന്തിയും സുരക്ഷയും നൽകുന്നതോളം വലിയ കടംവീട്ടൽ ഇല്ലെന്ന ബോധ്യത്തോടെ വയോജന പരിപാലന മേഖലയിൽ ഒരു നവമാതൃക സൃഷ്ടിക്കുകയാണ് ഗോൾഡൻ ഏജ് കെയർ. കാരണം അവരേറ്റ വെയിലാണല്ലോ നമ്മുടെ തണൽ. കുപ്രസിദ്ധ ഗുണ്ടകളെ കാപ്പ ചുമത്തി നാടുകടത്തി. കൊടകര പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കുപ്രസിദ്ധ ഗുണ്ടയായ മറ്റത്തൂർ വാസുപുരം പാപ്പാളിപ്പാടം പത്തമടക്കാരൻ വീട്ടിൽ 32 വയസ്സുള്ള ഷാനാസ്, ചാലക്കുടി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കുപ്രസിദ്ധ ഗുണ്ടയായ കിഴക്കേ ചാലക്കുടി ചൌക്ക ചെതലൻ വീട്ടിൽ 48 വയസ്സുള്ള സോജൻ എന്നിവരെയാണ് കാപ്പ ചുമത്തി 6 മാസത്തേക്ക് നാടുകടത്തിയത്. ഷാനാസ് കൊടകര ചേർത്തല പോലീസ് സ്റ്റേഷനുകളിലായി സ്ത്രീകളെ ആക്രമിച്ച് മാനഹാനി വരുത്തിയ 4 കേസുകളിലെ പ്രതിയാണ്. സോജൻ കൊരട്ടി, ചാലക്കുടി, കൊടകര, പുതുക്കാട്, വെള്ളിക്കുളങ്ങര, അതിരപ്പള്ളി, ഇരിങ്ങാലക്കുട, കോട്ടക്കൽ, കൊണ്ടോട്ടി, പാലക്കാട്, കസബ എന്നീ പോലീസ് സ്റ്റേഷനുകളിലായി വധശ്രമം, കവർച്ച, അനധികൃത മദ്യക്കടത്ത്, വ്യാജമദ്യ നിർമ്മാണം, പോലീസ് ഉദ്യോഗസ്ഥരുടെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തുക, അടിപിടി എന്നിങ്ങനെയുള്ള 40 ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ നൽകിയ ശുപാർശയിൽ തൃശൂർ റേഞ്ച് DIG ഹരിശങ്കറാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഷാനാസിനെ കാപ്പ ചുമത്തുന്നതിൽ കൊടകര പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ PK ദാസ്, SI ജ്യോതിലക്ഷ്മി എന്നിവർ കാപ്പ ചുമത്തുന്നതിലും ഉത്തരവ് നടപ്പാക്കുന്നതിലും പ്രധാന പങ്ക് വഹിച്ചു. സോജനെ കാപ്പ ചുമത്തുന്നതിൽ ചാലക്കുടി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ MK സജീവ്, സിവിൽ പോലീസ് ഓഫീസർ രതീഷ്, സിജു എന്നിവർ കാപ്പ ചുമത്തുന്നതിലും ഉത്തരവ് നടപ്പാക്കുന്നതിലും പ്രധാന പങ്ക് വഹിച്ചു. വെട്ടുകാട് ഏഴാങ്കല്ലിൽ നിന്നും 10 ലിറ്റർ വിദേശ മദ്യവുമായി ഒരാൾ തൃശൂർ എക്സൈസ് സംഘത്തിന്റെ പിടിയിൽ. എക്സൈസ് കൺട്രോൾ റൂമിൽ ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തൃശൂർ എക്സൈസ് റേഞ്ച് പ്രിവന്റീവ് ഓഫീസർ TJ രഞ്ജിത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ റെയ്ഡിലാണ് 10 ലിറ്റർ വിദേശ മദ്യം പിടികൂടിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് ഏഴാംകല്ല് സ്വദേശി MR എന്നറിയപ്പെടുന്ന പനംകൂട്ടത്തിൽ രാമനാണ് തൃശൂർ എക്സൈസ് സംഘത്തിന്റെ പിടിയിലായത്. ചായക്കടയുടെ മറവിലായിരുന്നു മദ്യവിൽപ്പന. ഇയാളിൽ നിന്നും 500 ml വീതം കൊള്ളുന്ന 20 മദ്യക്കുപ്പികളാണ് പിടികൂടിയത്. ഡ്രൈ ഡേയോടനുബന്ധിച്ച് 430 രൂപ വിലയുള്ള മദ്യം 600 രൂപയ്ക്കാണ് വിൽപ്പന നടത്തിയിരുന്നത്. ഇയാൾക്ക് മദ്യം എത്തിച്ചു നൽകിയ ആളെക്കുറിച്ചുള്ള അന്വേഷണം എക്സൈസ് ആരംഭിച്ചു. പ്രതിയെ പിന്നീട് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ ഗിരീഷ്, രാജു NR, ഗ്രേഡ് പ്രിവന്റീവ് ഓഫീസർമാരായ സിജോമോൻ, ഇർഷാദ്, അരുൺ ഷൈജു എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. സ്റ്റാഫ് നഴ്സിന്റെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയ കേസിൽ സ്റ്റേഷൻ റൌഡി റിമാൻഡിൽ. മറ്റത്തൂർ അവിട്ടപ്പള്ളി അരിക്കാട്ട് വീട്ടിൽ 48 വയസ്സുള്ള സജീവനെയാണ് വെള്ളിക്കുളങ്ങര പോലീസ് അറസ്റ്റ് ചെയ്തത്. രോഗിയുടെ കൂടെ പരിചരിക്കാനായി വന്ന പ്രതി മറ്റത്തൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ കാഷ്വാലിറ്റിയിൽ ജോലി ചെയ്തിരുന്ന സ്റ്റാഫ് നഴ്സിന്റെ ജോലിക്ക് തടസ്സം നിൽക്കുകയും മാനഹാനി വരുത്തുകയും ചെയ്ത സംഭവത്തിലാണ് പ്രതിക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തത്. സജീവൻ വെള്ളിക്കുളങ്ങര പോലീസ് സ്റ്റേഷനിലെ റൌഡി ലിസ്റ്റിൽ ഉൾപ്പെട്ടയാളും വെള്ളിക്കുളങ്ങര പോലീസ് സ്റ്റേഷനിലെ 2 വധശ്രമ കേസിലും സ്ത്രീയെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിലും പ്രതിയാണ്. വെള്ളിക്കുളങ്ങര പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ കൃഷ്ണൻ K, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ഷിജു TB, സിവിൽ പോലീസ് ഓഫീസർമാരായ സനിൽകുമാർ KC, അജിത് കുമാർ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. 3 മുറിയിലെ ഫ്രണ്ട്സ് ഓഫ് ദ ബാപ്റ്റിസ്റ്റിന്റെ അമ്പ് ഫെസ്റ്റ് കൂട്ടായ്മയായ അവർ ബാപ്റ്റിസ്റ്റിന്റെ നേതൃത്വത്തിൽ തൃശൂർ ജില്ലാ ജനറൽ ആശുപത്രിയുടെ സഹകരണത്തോടെ രക്തദാന ക്യാമ്പും അഹല്യ കണ്ണാശുപത്രിയുടെ സഹകരണത്തോടെ സൗജന്യ നേത്ര പരിശോധന, തിമിര ശസ്ത്രക്രിയാ ക്യാമ്പും സംഘടിപ്പിച്ചു. മറ്റത്തൂരിൽ നടന്ന ക്യാമ്പ് സ്കൂൾ മാനേജർ CK രജതചന്ദ്രിക ഉദ്ഘാടനം ചെയ്തു. അമ്പ് ഫെസ്റ്റ് കമ്മിറ്റി ചെയർമാൻ വിൽസൺ മാമ്പ്രക്കാരൻ,
കൺവീനർമാരായ ഡിക്സൺ ദേവസി, ലിനോ മൈക്കിൾ, ഷിമിറ്റ് ജോസ്, ജസ്റ്റിൻ മങ്കുഴി, നൈജോ വാസുപുരത്തുകാരൻ, ഡോക്ടർ ശ്രീദേവി, ഡോക്ടർ സിബി റാം എന്നിവർ പ്രസംഗിച്ചു. കല്ലൂർ ഭാരത പരിശുദ്ധ തിരുത്തുത്തിൻ പള്ളിയിൽ ഊട്ടുതിരുനാളിന്റെ പതാക വെഞ്ചരിപ്പ് നടത്തി. തൃശൂർ അതിരൂപത വികാരി ജനറൽ മോൺ ജോസ് കോനിക്കര വിശുദ്ധ കുർബാനയ്ക്ക് കാർമ്മികത്വം വഹിച്ചു. ഫാദർ ജെയിംസ് മേലെടുത്ത്, ഫാദർ ജസ്റ്റിൻ ഇലവത്തിങ്കൽ എന്നിവർ സഹകാർമ്മികരായി. കൈക്കാരന്മാരും ഊട്ടുതിരുനാൾ കൺവീനർ ജോസ് തെക്കേൽ എന്നിവരും സന്നിഹിതരായി. ജൂൺ 15 ഞായറാഴ്ചയാണ് തിരുനാൾ ആഘോഷിക്കുന്നത്. പുതുക്കാട് തെക്കേത്തുറവ് പള്ളത്ത് മഹാവിഷ്ണു നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ വിദ്യാരാജഗോപാല മന്ത്രാർച്ചന നടത്തി. ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി അമ്പഴപ്പള്ളി ശ്രീകുമാർ ഭട്ടതിരിപ്പാട്, ക്ഷേത്രം മേൽശാന്തി നടുവം നാരായണൻ, നടുവം ഹരി എന്നിവർ കാർമ്മികത്വം വഹിച്ചു. വിദ്യാരാജഗോപാല മന്ത്രാർച്ചനയ്ക്കു ശേഷം അന്നദാനവും ഉണ്ടായിരുന്നു. പെട്ടെന്ന് ചില കാര്യങ്ങൾക്ക് പേടി വരും, ശങ്ക വരും. ഭഗവാൻ ഉപദേശിച്ചു കൊടുത്ത ശ്രീമദ് ഭഗവത്ഗീത നമ്മളൊക്കെ വായിക്കുന്നതാണ്, നിങ്ങൾ പലരും വായിക്കുന്നതാണ്, നിങ്ങൾക്കൊക്കെ അറിയാം. കാലാവസ്ഥ. കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. കേരള വിഷൻ പുതുക്കാട് നെക്സസ് വിദ്യാഭ്യാസ പുരസ്കാരം 2025 അപേക്ഷ ക്ഷണിച്ചു. ഇൻഫോ നെക്സസ് കേബിൾ ടിവിയുടെ കേരള വിഷൻ വരിക്കാരുടെ മക്കളിൽ നിന്നും 10, 12 ക്ലാസുകളിലെ പരീക്ഷകളിൽ ഫുൾ A+, A1, ഗ്രേഡ് 1 വിജയം നേടിയ വിദ്യാർത്ഥികൾ ജൂൺ 15 മുൻപായി മാർക്ക് ലിസ്റ്റ് സഹിതം കേരള വിഷൻ കേബിൾ TV ഓപ്പറേറ്ററുടെ പക്കൽ അപേക്ഷ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ഇന്നു തന്നെ നിങ്ങളുടെ കേബിൾ TV ഓപ്പറേറ്ററുമായി ബന്ധപ്പെടേണ്ടതാണ്. ചെമ്പുച്ചിറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്വീപ്പർ തസ്തികയിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ താൽക്കാലിക ഒഴിവുണ്ട്. യോഗ്യരായവർ അസൽ സർട്ടിഫിക്കറ്റുകളും കോപ്പികളുമായി തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2-ന് സ്കൂളിൽ നേരിട്ട് ഇന്റർവ്യൂവിൽ പങ്കെടുക്കുക. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 8,920 രൂപ, പവന് 71,360 രൂപ. പുതുക്കാട് കണ്ണമഠത്തിൽ ജോർജ് അന്തരിച്ചു. 78 വയസ്സായിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 12-ന് പുതുക്കാട് സെന്റ് ആന്റണീസ് ഫൊറോന പള്ളിയിൽ. ചെങ്ങലൂർ സെന്റ് മേരീസ് ഹൈസ്കൂൾ റിട്ടയർഡ് അധ്യാപിക ഉഷയാണ് ഭാര്യ. ആന്റണി, ജോഫി, ജസ്റ്റിൻ എന്നിവർ മക്കളും, അശ്വതി, ക്രിസ് എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മധ്യവേനൽ അവധി കഴിഞ്ഞ് സംസ്ഥാനത്തെ സ്കൂളുകൾ തിങ്കളാഴ്ച തുറക്കും. വിപുലമായ പ്രവേശനോത്സവ പരിപാടികൾ നടക്കും. പുതുക്കാട് മണ്ഡലം MLA പ്രതിഭാ പുരസ്കാര വിതരണം റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. കരുവന്നൂർ തട്ടിപ്പ് കേസിലെ പണം തിരികെ നൽകുക, കള്ളപ്പണക്കേസിലെ മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് വിവിധയിടങ്ങളിൽ കോൺഗ്രസിന്റെ പ്രതിഷേധം. മണ്ണമ്പേട്ട ചെങ്ങാലൂർ റോഡിന്റെ വശങ്ങൾ തകർന്നത് ഇരുചക്ര വാഹന യാത്രികർക്ക് ഭീഷണിയാകുന്നു. കല്ലൂർ തോട് പാലം ബണ്ടിന്റെ തകർന്ന ഭാഗങ്ങൾ കെട്ടി സംരക്ഷിക്കുന്ന പ്രവർത്തനങ്ങൾ മന്ദഗതിയിൽ. വെള്ളപ്പൊക്ക ഭീഷണിയിൽ തൃക്കൂർ പള്ളം പ്രദേശം. പൈപ്പ് പൊട്ടി ശുദ്ധജലം പാഴാകുന്നു. വെള്ളിക്കുളങ്ങര പ്രസന്റേഷൻ സ്കൂൾ റോഡിലാണ് ദിവസങ്ങളായി പൈപ്പ് പൊട്ടി വെള്ളം കാനയിലൂടെ ഒഴുകുന്നത്. കുപ്രസിദ്ധ ഗുണ്ടകളെ കാപ്പ ചുമത്തി നാടുകടത്തി. മറ്റത്തൂർ സ്വദേശി പത്തമടക്കാരൻ വീട്ടിൽ ഷാനാസ്, ചാലക്കുടി സ്വദേശി ചെതലൻ വീട്ടിൽ സോജൻ എന്നിവരെയാണ് കാപ്പ ചുമത്തിയത്. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജകമണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.